മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. കേൾക്കാം. ഇപ്പോൾ 1-ാം തീയതി മെയ് വരെ നമുക്ക് തിരികെ വന്നിട്ടുള്ള സർവീസ് വോട്ടേഴ്സിന്റെ പോസ്റ്റൽ ബാലറ്റ്സിന്റെ കണക്ക് 20,028 20028. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, സർവീസ് വോട്ടേഴ്സിന് കൗണ്ടിങ്ങിടെ മുൻപ് വരെ അവർക്ക് പോസ്റ്റൽ ബാലറ്റ്സ് തരാനുള്ള ഒരു സൗകര്യമുണ്ട്. ശനിയാഴ്ച ഞായറാഴ്ച ആണെങ്കിലും പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റോടും നമ്മൾ കൃത്യമായിട്ട് ഹോൾഡ് ചെയ്തിട്ടുള്ള പോസ്റ്റൽ ബാലറ്റ്സ് സർവീസ് വോട്ടേഴ്സിൻ്റെ വരുവാണെങ്കിൽ അവധിയുടെ ദിവസം കൂടി അവർ നമുക്ക് തരുന്ന വിധത്തിലുള്ള ഒരു അറേഞ്ച്മെൻറ്റ്സ് ഓൾറെഡി നമ്മൾ ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇന്ന് വരുന്ന എല്ലാ പോസ്റ്റൽ ബാലറ്റ്സ് കൃത്യമായിട്ട് റിട്ടേണിംഗ് ഓഫീസേഴ്സിന് കൈമാറാൻ വേണ്ടിയിട്ടുള്ള നടപടി നമ്മുടെ ഭാഗത്തിന് ഉണ്ടായിട്ടുണ്ട്. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പ്രോട്ടോകോൾ, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് മുഖാന്തരം നമ്മൾ കൃത്യമായിട്ട് സർവീസ് വോട്ടേഴ്സിലെ വരുന്ന എല്ലാ പോസ്റ്റൽ ബാലറ്റ്സ് റിട്ടേണിംഗ് ഓഫീസേഴ്സിന് കൈമാറാൻ വേണ്ടിയിട്ടുള്ള നടപടി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ സർവീസ് വോട്ടേഴ്സിലെ ഈ ഒരു 20,028 നമ്മുടെ മൊത്തം ടോട്ടൽ ഇലക്ട്രേറ്റിന്റെ കണക്ക് നോക്കുമ്പോൾ ഏകദേശം 0.07% ആണ് വരുന്നത്. സോ നമ്മൾ 79.63 പ്ലസ് 0.07% സർവീസ് വോട്ടേഴ്സിനെ കൂട്ടിച്ചേർക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ ടെൻറ്റേറ്റീവായിട്ട് പറയാനുള്ള ഒരു വോട്ടിംഗ് ശതമാനം 79.70% ആണ്. ആൻഡ് ഫൈനൽ കൗണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് ECIയുടെ ഇൻഡെക്സ് കാർഡ് അവസാനത്ത് നമ്മൾ പ്രഖ്യാപനം നടത്തുന്ന സമയത്ത് അത് സാധാരണ 48 hours ആഫ്റ്റർ കൗണ്ടിങ് നമ്മൾ പ്രഖ്യാപിക്കും. ആ സമയത്തായിരിക്കും ഫൈനൽ കൗണ്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഇത് ടെൻറ്റേറ്റീവ് കൗണ്ട്സ് ആണ്. സോ ഇപ്പോൾ നിലവിൽ നമുക്ക് ഉള്ള വോട്ടിംഗ് പെർസെൻറ്റേജ് ബേസ്ഡ് ഓൺ സർവീസ് വോട്ടേഴ്സിൻ്റെ ഇൻപുട്സിൻ്റെ ഭാഗമായി വന്നിട്ടുള്ളത് 79.70% ആണ്. സോ നമ്മളെല്ലാവർക്കും അറിയാം, 140 മണ്ഡലത്തിൻ്റെ കൗണ്ടിങ് നാളെ 8 മണിക്ക് തുടങ്ങുന്നു. ആദ്യമായിട്ട് പോസ്റ്റൽ ബാലറ്റ്സ് ആണ് നമ്മൾ എണ്ണം തുടങ്ങുന്നത്. അത് കണ്ടിട്ടായിരിക്കും EVMസിൻ്റെ എണ്ണം തുടങ്ങുന്നത്. ഇത് നമ്മൾ 43 ലൊക്കേഷൻസിലാണ് ക്രമീകരണങ്ങൾ വളരെ സജീവമായിട്ട് ചെയ്തിട്ടുള്ളത്. ഓരോരോ അസംബ്ലി മണ്ഡലത്തിന് ഓരോ കൗണ്ടിങ് ഒബ്സർവേഴ്സ് ഉണ്ടാവും. ഒരു സീനിയർ ആയിട്ടുള്ള ഓഫീസേഴ്സാണ് ഓൾ ഇന്ത്യ സർവീസസിലെ ഓഫീസേഴ്സ്. മെയിൻലി IAS ഓഫീസേഴ്സാണ് ഈ 140 കൗണ്ടിങ് സെൻറ്റേഴ്സിന് അവർ സൂപ്പർവൈസ് മോണിറ്റർ ചെയ്യുന്നത്. നമുക്ക് 15,465 17,565 കൗണ്ടിങ് സ്റ്റാഫ് നമ്മൾ ഓൾറെഡി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവർക്കുള്ള എല്ലാവിധ ട്രെയിനിങ്സ് നമ്മൾ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഫിസിക്കൽ ട്രെയിനിങ് അല്ലാതെ ഓൺലൈൻ ആയിട്ടുള്ള ട്രെയിനിങ്സ് കൂടി നമ്മൾ കൃത്യമായിട്ട് ഇവർക്ക് ലഭ്യമാക്കിയിട്ടുണ്ട്. അതുപോലെ ഈ വോട്ടിങ്ങിൻ്റെ കൗണ്ടിങ്ങിൻ്റെ ഒരു പ്രിമൈസസിൻ്റെ സുരക്ഷ നൽകാൻ വേണ്ടിയിട്ട് പോലീസിൻ്റെ ഭാഗത്തിന് നല്ലവിധ ക്രമീകരണങ്ങൾ നടന്നിട്ടുണ്ട്. 32,301 പോലീസ് പേഴ്സണൽ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലെ CAPFയുടെ 20 കമ്പനീസ്, ഡിസ്ട്രിക്ട് പോലീസിലെ സ്റ്റാഫ്, ബറ്റാലിയനിടെ ഉദ്യോഗസ്ഥർ, പിന്നെ സ്പെഷ്യൽ യൂണിറ്റ്സ് ഇവരുൾപ്പെടെ കൗണ്ടിങ്ങിടെ പ്രിമൈസസ് എല്ലാം മേൽനോട്ട വയ്ക്കാനും പിന്നെ സുരക്ഷ ക്രമീകരണങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ ഡയറക്ഷൻസ് ഇലക്ഷൻ കമ്മീഷനുടെ ഭാഗത്തിന് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവരെല്ലാവർക്കും ട്രെയിനിങ്സ് നമ്മൾ കൊടുത്തിട്ടുള്ളതാണ്. പിന്നെ എല്ലാ റൗണ്ട് നടക്കുമ്പോൾ, അതായത് 14 ടേബിൾസ് ഉണ്ടെങ്കിൽ 14 മെഷീൻസ് എണ്ണം പൂർത്തിയാവുമ്പോൾ ഒരു റൗണ്ടായിട്ടാണ് നമ്മൾ പറയുന്നത്. ആ ഒരു റൗണ്ട് കൃത്യമായിട്ട് ഡേറ്റ എൻട്രിക്ക് ശേഷം ECINETയുടെ മൊബൈൽ ആപ്പിലും പിന്നെ results.eci.gov.in എന്നുള്ള ഒരു പോർട്ടലിൽ ലഭ്യമായിരിക്കും. ഇത് എല്ലാവർക്കും കൃത്യമായിട്ട് എല്ലാ റൗണ്ടിലെ ഡേറ്റ എൻട്രി വരുന്ന ഉടൻ തന്നെ അത് റൗണ്ട് വൈസ് ഡീറ്റെയിൽസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സജ്ജീകരണം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഭാഗത്തിന് ഉണ്ടായിട്ടുണ്ട്. ഇനി ഈ പ്രാവശ്യം ഒരു നൂതനമായിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവ് കഴിഞ്ഞ പാർലമെന്ററി ഇലക്ഷനിലെ കാസർഗോഡ് ജില്ലയിലെ ഒരു QR ബേസ്ഡ് ID കാർഡ് ഡിസ്ട്രിബ്യൂഷൻ നടന്നിട്ടുണ്ടായിരുന്നു.
അത് ഒരു മോഡലായിട്ട് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഈ പ്രാവശ്യം എല്ലാ പോൾ ഗോയിങ് സ്റ്റേറ്റ്സിലും QR ബേസ്ഡ് ID കാർഡ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. കൗണ്ടിംഗ് ഹാളിലെ എൻട്രി നടക്കുന്നത് ഈ QR ബേസ്ഡ് ID കാർഡ് ഹോൾഡേഴ്സിന് മാത്രമായിരിക്കും. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഡിസ്ട്രിബ്യൂഷൻ, ട്രെയിനിങ് കാര്യങ്ങളൊക്കെ എല്ലാം നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. റിട്ടേണിംഗ് ഓഫീസറുടെ നേതൃത്വത്തിൽ എല്ലാ കാൻഡിഡേറ്റ്സിനും അവരുടെ കൗണ്ടിംഗ് ഏജൻസിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ ട്രെയിനിങ്, അവർക്കുള്ള ഒരു ബോധവൽക്കരണം ഈ QR ബേസ്ഡ് ID കാർഡിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കാർഡ്സ് ഓൾറെഡി ഡിസ്ട്രിബ്യൂഷന് തുടങ്ങിയിട്ടുണ്ട്. സോ ഈ ഒരു കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ അക്കത്തേക്ക് ജനങ്ങൾക്ക് കയറാൻ സാധിക്കത്തുള്ളൂ. ഇപ്പോൾ ഒരു 15 കാറ്റഗറി ആയിട്ടുള്ള ആൾക്കാരാണ് കൗണ്ടിംഗ് സെൻറ്ററിനുള്ളിൽ പോകുന്നത്, കൗണ്ടിംഗ് സ്റ്റാഫ് ഉൾപ്പെടെ. ഈ എല്ലാ ആൾക്കാർക്ക് കൗണ്ടിംഗ് സ്റ്റാഫിനും കാൻഡിഡേറ്റ്സ്, അവരുടെ കൗണ്ടിംഗ് ഏജൻറ്റ്സ്, ബാക്കി എല്ലാ ആൾക്കാർക്കുള്ള ഒരു QR ബേസ്ഡ് ID കാർഡ് നമ്മൾ ലഭ്യമാക്കും. ഇതുണ്ടെങ്കിൽ അവർക്ക് അക്കത്തേക്ക് കയറാൻ സാധിക്കത്തുള്ളൂ. ഇതിൻ്റെ മൊത്തം സ്ക്രീനിങ് ചെയ്യുന്നത് CAPFയുടെ ഉദ്യോഗസ്ഥരായിരിക്കും. അവരുടെ മൊബൈൽ ആപ്പ് വഴി QR കോഡ് സ്കാൻ ചെയ്തിട്ട് അവർ അക്കത്തേക്ക് വിടുന്നതായിരിക്കും. മറ്റൊരു പ്രധാനമായിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് കൗണ്ടിങ്ങിന് ശേഷം സാധാരണ 48 മണിക്കൂർ, അതായത് 2 ദിവസം നമ്മുടെ മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് അപ്ലിക്കബിൾ ആണ്. ടിൽ 6th of May or until the Election Commission of India withdraws the Model Code of Conduct. So Election Commission of India withdraw ചെയ്യുന്നവരെ Model Code of Conduct applicable ആണ്. സോ സാധാരണഗതിയിൽ 48 മണിക്കൂറോളം മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് അപ്ലിക്കബിൾ ആണ്. സോ ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഓൾറെഡി നിലവിലുള്ള ഗൈഡ് ലൈൻസ് അനുസരിച്ചിട്ട് ഏതെങ്കിലും വിധത്തിലുള്ള വിക്ടറി പ്രൊസഷൻ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ അതിന് വേണമെങ്കിൽ റെസ്ട്രിക്റ്റ് ചെയ്യാം, റെഗുലേറ്റ് ചെയ്യാം. അതിനുള്ള ഒരു നിർദ്ദേശം കമ്മീഷൻ കൃത്യമായിട്ട് എല്ലാ ജില്ലാ കളക്ടർമാർക്ക്, ജില്ലാ പോലീസ് മേധാവികൾക്ക് നൽകിയിട്ടുണ്ട്.